ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്നവലി രാമനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകില്ല, ഇഷിതയും മഹേഷും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുക തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാമൻ പറയുന്നുണ്ട് ഇതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് കണ്ടറിയാമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജിമ പറയുന്നുണ്ട് അനന്തരഫലം എന്താവാനായിട്ട് അമ്മ പറഞ്ഞാൽ അതനുസരിക്കുക, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാനേ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത വരികയാണ്. ഇഷിത വരുമ്പോൾ തന്നെ സ്വപ്നവലി പിടിച്ച് നിർത്തിയിട്ട് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ തോന്നിയാസൊന്നും ഈ വീട്ടിൽ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്, നീയും മഹേഷും തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറയാനിട്ട്. ഇത് അമ്മയുടെ തീരുമാനമാണോ മഹേഷിൻ്റെ തീരുമാനമാണോ ചോദിക്കുകയാണ്. അന്നേരം സ്വപ്നവലി പറയുന്നുണ്ട്, ഞാൻ എന്താണ് പറയുന്നത് അത് തന്നെയായിരിക്കും എൻ്റെ മോൻ അനുസരിക്കുക. ഞാൻ നിന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ എൻ്റെ മോൻ നിന്നെ ഉപേക്ഷിക്കും, എങ്കിൽ പിന്നെ അമ്മ അങ്ങനെ തന്നെ ചെയ്യുന്നു ഇഷിത പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മഹേഷ് വരികയാണ്. മഹേഷ് വരുന്ന സമയത്ത് രാമനാഥൻ എല്ലാ കാര്യങ്ങളും മഹേഷിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അകത്ത് ചെല്ലുമ്പോൾ മഹേഷ് എന്നോട് പറയുന്നുണ്ട്, ഇഷിത നമ്മൾ തമ്മിലുള്ള ബന്ധം വേർപെടുത്താനുള്ള അധികാരം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ താൻ എന്താണ് ഒരു കാര്യങ്ങളും തുറന്നു പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞു ചോദിക്കുമ്പോൾ മഹേഷും ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ കൊണ്ടു കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷിന് ഉത്തരമില്ല കേട്ടോ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തതൊന്നുമല്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കാന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം ചായ കുടിക്കുന്ന സമയത്ത് സ്വപ്നവല്ലി ജിപ്പിനോട് വന്ന് പറയുന്നുണ്ട്, അതേ മോളെ ഇഷിത എന്നെ കൈവയ്ക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജിപ്പി പറയുന്നുണ്ട്, ചിലപ്പോൾ കൈവച്ചെന്നൊക്കെ ഇരിക്കുന്നൊക്കെ. പക്ഷേ രാമനാഥനാണെന്നുണ്ടെങ്കിൽ മഞ്ജിമേനെ നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. കാരണം മഞ്ജിമയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇഷിതനെ പുറത്താക്കാനുള്ള എല്ലാ അടവുകളും എടുക്കുന്നുണ്ട്. രാമനാഥൻ സഹിക്കാൻ പറ്റാതെ രാമനാഥൻ നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആദ്യമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇനി ക്രിക്കറ്റൊക്കെ കളിക്കാൻ കേട്ടോ. പഴയ ചില കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഏത് സമയം ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഒരു കുട്ടിയാണെന്ന് ഇഷിതയ്ക്ക് മനസ്സിലാവുക ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.